അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ ദിവസം മഹാശിവരാത്രി ആയതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ പുതിയൊരു വീഡിയോ നമ്മൾ ചെയ്യുമെന്നും ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ശിവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ശിവരാത്രി എന്താണെന്നും ശിവരാത്രി എന്തുകൊണ്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ അധികമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീഡിയോകളെല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത്തരത്തിലുള്ള കാര്യത്തെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. പകരം നമ്മുടെ അട്ടപ്പാടിയിൽ ജനങ്ങൾ എങ്ങനെയാണ് ശിവരാത്രി സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നും പ്രത്യേകിച്ച് ശിവരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടപ്പാടിയിൽ 3 ദിവസത്തോളമാണ് ആഘോഷങ്ങളും കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഈ 3 ദിവസങ്ങൾ എന്തൊക്കെ സെലിബ്രേഷനാണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായി നമ്മുടെ ചാനൽ എസ് കെ പ്ലേറ്റൂൺ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് സാധിക്കുകയുള്ളൂ. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് ഉടനെ തന്നെ എത്തും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് തരിക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അധികം സംസാരിക്കുന്നില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ കുറച്ച് സംസാരിക്കും. കാരണം ഒരു ഇൻട്രൊഡക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് ഏത് കാര്യമായെന്ന്, അല്ലേ? ഒരു ഇൻട്രൊഡക്ഷൻ തന്നുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാം, ഒരുപാട് പേർക്ക് അറിയാം ശിവരാത്രി എന്താണെന്നും ശിവരാത്രി എന്തുകൊണ്ടാണ് ഓരോ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്നതും എന്നുള്ള കാര്യത്തെക്കുറിച്ച്. നമുക്കറിയാം ശിവനും പാർവതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇല്ലെങ്കിൽ ശിവരാത്രിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിൽ ഒരെണ്ണം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് പണ്ടൊക്കെ നമുക്കറിയാൻ പറ്റും ഈ ദേവന്മാരും മുനികളും പിന്നെ അതുപോലെ തന്നെ മുനി എന്ന് പറഞ്ഞാൽ തപസ്സിരിക്കുന്ന ആൾക്കാരൊക്കെയാണ്, അവരും പിന്നെ അസുരന്മാരൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത്രേ. അപ്പം ആ കാലഘട്ടത്തിൽ ഈ ദുർവാസാവ് എന്ന് പറഞ്ഞ ഒരു മുനി ദേവന്മാരെ ശപിക്കുകയാണ്. ശപിക്കുമ്പോൾ അവർക്ക് ജലാനിര ബാധിക്കുകയാണ്. തുടർന്ന് ഈ ദേവന്മാർ മഹാവിഷ്ണുവിനെ കാണുകയും അതിൽ നിന്ന് മോക്ഷം കിട്ടുന്നതിനായിട്ട് പരിഹാര മാർഗങ്ങൾ തേടുകയും ചെയ്യുകയാണ്. തുടർന്ന് നമ്മുടെ മഹാവിഷ്ണു ദേവന്മാരോട് പറയുകയാണ്, നിങ്ങൾ പാലാഴി കടഞ്ഞ്, പാലാഴി മീൻസ് കടൽ കടഞ്ഞിട്ട് അതിൽ നിന്ന് അമൃതം എടുത്ത് പാനം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് മോക്ഷവും അതുപോലെ തന്നെ അമരത്വവും കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണ്. ഇത് കേട്ട ഉടനെ നമ്മുടെ ദേവന്മാർ പാലാഴി കടയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷെ ഇത് ദേവന്മാർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമല്ല എന്നൊരു തിരിച്ചറിവുണ്ടാവുകയും ദേവന്മാർ നേരെ അസുരന്മാരെ കാണുകയും അസുരന്മാരുമായിട്ട് സംസാരിച്ചിട്ട് രണ്ടുപേരും ഒത്തുതീർപ്പാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ രണ്ടുപേരും ഇരുവശത്തായിട്ട് പാലാഴി കടയാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ പാലാഴി കടയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ദാര പർവ്വതത്തെയാണ്. അപ്പം അതിൻ്റെ കയറായിട്ട് ഉപയോഗിച്ചത് സർപ്പശ്രേഷ്ഠനായ വാസുകിയായിരുന്നു. അങ്ങനെ ഇരുവശത്ത് നിന്നുകൊണ്ട് നമ്മുടെ ദേവന്മാരും അസുരന്മാരും ഇരുവശത്ത് നിന്നുകൊണ്ട് പാലാഴി കടയുകയാണ്. അപ്പോൾ കടയുന്ന സമയത്ത് ഈ മന്ദാർ പർവ്വതം കടലിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോകുന്ന സമയത്ത് നമ്മുടെ മഹാവിഷ്ണു എന്ത് ചെയ്തു? മഹാവിഷ്ണു കൂർമ്മ അവതാരം എടുക്കുകയാണ്. അപ്പോൾ എടുത്തിട്ട് നേരെ പോയിട്ട് ആ പർവ്വതത്തെ താങ്ങി നിർത്തുകയാണ് കടയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ രണ്ടുപേരും അസുരന്മാരും ദേവന്മാരും പാലാഴി കടഞ്ഞ് അമൃതം എടുക്കുന്ന ആ സമയത്താണ് കാളകൂടം എന്ന് പറയപ്പെടുന്ന അഘോര വിഷം കടലിൻ്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ വിഷം ചെല്ലുന്ന സ്ഥലത്തെല്ലാം ജീവജാലങ്ങളെല്ലാം മരിക്കപ്പെടുകയാണ്. ഇത് കണ്ട ദേവന്മാരും അസുരന്മാരും പേടിക്കുകയാണ്. എന്നിട്ട് ഇതിനെ പരിഹരിക്കുന്നതിനായിട്ട് അവർ നേരെ ബ്രഹ്മാവിനെ കാണുകയാണ്. ബ്രഹ്മാവിനെ കണ്ടിട്ട് ഇതിനുള്ള പരിഹാരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ബ്രഹ്മാവ് പറയുകയാണ്, ഇതിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ, നമ്മുടെ മഹാദേവനായ ശിവനെ പോയി കണ്ടാൽ ഉടനെ സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ദേവന്മാരും അസുരന്മാരും നേരെ മഹാദേവനെ കാണുകയും മഹാദേവൻ ശരി ഞാൻ അതിനുള്ള പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ആ ഘോര വിഷം മഹാദേവൻ പാനം ചെയ്യുകയാണ്. അപ്പോൾ മഹാദേവൻ പാനം ചെയ്യുന്ന സമയത്ത് തൊണ്ടയിലൂടെ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് പാർവതി പിടിക്കുകയാണ്, കഴുത്ത് പിടിക്കുകയാണ്. കാരണം വിഷം താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ശിവൻ മരണപ്പെടും. അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും മറ്റ് ജീവജാലങ്ങളെല്ലാം ബാധിക്കും എന്നതുകൊണ്ട് മഹാവിഷ്ണുവും വായ കുത്തിപ്പിടിക്കുക. അങ്ങനെ ശിവനോ ഉറക്കാണ്ട് നിലനിർത്തുന്ന ഒരു ദിവസമാണ് ആക്ച്വലി ശിവരാത്രി എന്നാണ് പറയപ്പെടുന്നത്. ദിവസത്ത് ദേവന്മാരും ദേവിമാരും മറ്റ് ജനങ്ങളും ശിവന് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂജ ചെയ്യുകയും
ചെയ്യുന്ന ഒരു ദിവസമാണത്രേ ശിവരാത്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജനങ്ങൾ ശിവരാത്രി ദിവസം ആരും തന്നെ ഉറങ്ങാണ്ട് ഇരിക്കുന്നതെന്നും പറയപ്പെടുന്നു. ഇതാണ് അത്ര ഐതിഹ്യം. ഇതിന്റെ ഭാഗമാണ് അത്ര ശിവരാത്രി നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് വേറെയും ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ശിവനും പാർവതിയുടെയും വിവാഹ ദിവസമാണ് ശിവരാത്രി എന്നും അതുപോലെ തന്നെ ശിവൻ ആദ്യമായിട്ട് താണ്ഡവമാടിയ ദിവസമാണ് ശിവരാത്രി എന്നും പറയപ്പെടുന്നു. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. നമുക്കറിയാം ശിവരാത്രിയുടെ ആ ദിവസം നമ്മുടെ അട്ടപ്പാടിയിലും ഏകദേശം 3 ദിവസങ്ങളാണ് പ്രോഗ്രാംസുകളെല്ലാം നടന്നു വരുന്നത്. അപ്പോൾ ഈ 3 ദിവസവും വലിയൊരു ആഘോഷമായിരിക്കും ആക്ച്വലി നമ്മുടെ അട്ടപ്പാടിയിൽ നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ചെമ്മണ്ണൂരിലുള്ള മല്ലീശ്വരൻ അമ്പലത്തിൽ വെച്ചിട്ടാണ് ആക്ച്വലി പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ മല്ലീശ്വര അമ്പലവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്റ്റോറികൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. മല്ലീശ്വര അമ്പലവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്റ്റോറികൾ ഉണ്ട്. അതായത് ഈശ്വരനും മല്ലിയും തമ്മിലുള്ള പ്രണയമാണ് ആക്ച്വലി ഇതിന് തുടക്കമാവുന്നത്. അതായത് ഇരുള വിഭാഗത്തിൽപ്പെട്ട ഇരുള എന്ന് പറഞ്ഞ യുവാവും മുടുക വിഭാഗത്തിൽപ്പെട്ട മല്ലി എന്ന് പറയപ്പെടുന്ന യുവതിയും തമ്മിൽ പ്രണയിക്കുകയാണ്. അപ്പൊ ഇവരുടെ പ്രണയം എന്ന് പറയുന്നത് വീട്ടുകാർക്ക് അത്ര താല്പര്യം ഇല്ലായിരുന്നു. അതുമാത്രമല്ല അവിടുത്തെ മൂപ്പൻ ഇതിന് സമ്മതിക്കുകയും ചെയ്തില്ല. തുടർന്ന് ഇവർ കരുവാര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇവർ അഭയം പ്രാപിക്കുകയാണ്. അപ്പോൾ ആ കരുവാര ഊരിലെ ജനങ്ങൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്തില്ല. തുടർന്ന് ഇവർ അവിടെ നിന്നും അപ്രത്യക്ഷമായി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മല്ലിയുടെ വീട്ടുകാരും അവിടുത്തെ മൂപ്പന്മാരും എല്ലാം ചേർന്നിട്ട് മല്ലിയെ അന്വേഷിച്ചുകൊണ്ട് കരുവാര ഏരിയയിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് ഭവാനിപ്പുഴയുടെ അരികിൽ ഒരു വലിയൊരു രൂപം കാണുകയാണ്. താടിയും മുടിയും ജടയും നീട്ടുകെളുത്തിയ ഒരു വലിയൊരു രൂപം. അപ്പൊ അത് ആരാണെന്ന് അന്വേഷിച്ചതിൽ മനസ്സിലാക്കുകയാണ് അതാണ് ഈശ്വരൻ എന്ന്. അപ്പൊ ഈ ഈശ്വരൻ വേറെ ആരുമല്ല, അതാണ് സാക്ഷാൽ പരമേശ്വരനും പാർവതി ദേവിയായിട്ടുള്ളത് മല്ലി എന്നും പിന്നീടാണ് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് അത്രേ മല്ലീശ്വരൻ എന്ന പേര് രൂപം കൊണ്ടത് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അന്നത്തെ ഭവാനിപ്പുഴയുടെ അരികിലുള്ള വല്യമലയ്ക്ക് മല്ലീശ്വര മുടി എന്ന പേര് വരാൻ കാരണം. മാത്രമല്ല മല്ലിയും ഈശ്വരനും പ്രണയിച്ച സമയത്ത് കരുവാര ഊരിലേക്കാണ് അവർ അഭയം പ്രാപിച്ചിരുന്നത്. പക്ഷെ അവിടെ സംരക്ഷണം നൽകാത്തത് കൊണ്ട് മല്ലീശ്വരൻ അവർക്കൊരു ശാപം കൊടുത്തിരുന്നു. അത് എന്നെ കാണാൻ കഴിയില്ല എന്നതാണ് ഒരു ശാപം. അപ്പം അതുകൊണ്ടാണ് അത്ര ശിവരാത്രി ദിവസങ്ങളിൽ മല്ലീശ്വര മുടിയിൽ ദീപം തെളിച്ചു കഴിഞ്ഞാൽ കരുവാര ഊരുകാർക്ക് മാത്രം കാണാൻ കഴിയില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പം എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരുവാര ഊരുകാർക്ക് മാത്രമാണ് കാണാൻ കഴിയാത്തത്, അല്ലെങ്കിൽ അട്ടപ്പാടിയിൽ വേറെ കാണാൻ കഴിയാത്ത ഊരുകൾ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റുകൾ രേഖപ്പെടുത്തുക. പിന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില ഊരുകളെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എക്സാമ്പിൾ മുള്ളി, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇലച്ചിവഴി, ഈ ഏരിയയിലൊക്കെ നമുക്ക് മല്ലീശ്വര മുടി കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ചില ഏരിയകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആനക്കട്ടി നോക്കി കഴിഞ്ഞാൽ ഷോളേരി പഞ്ചായത്ത് നോക്കി കഴിഞ്ഞാൽ ആനക്കട്ടിയുടെ അപ്പുറമുള്ള കുലുക്കൂര്, തൂവപ്പതി, അങ്ങനെയുള്ള ഊരുകളിൽ നിന്നുള്ള മല്ലീശ്വര മുടി കാണാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മല്ലീശ്വര മുടി കാണാൻ പറ്റാത്ത ഊരുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇങ്ങനെയാണ് അത്ര ആക്ച്വലി മല്ലീശ്വരൻ എന്ന് പേര് വരാൻ കാരണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോറികൾ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതല്ല ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും അത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്കറിയാം ആക്ച്വലി ശിവരാത്രി ആയിക്കഴിഞ്ഞാൽ അട്ടപ്പാടിയിൽ ഏകദേശം 3-4 ദിവസങ്ങളായിട്ട് തന്നെയാണ് ആഘോഷങ്ങൾ നടക്കാറ് പൊതുവെ. അപ്പോൾ ഈ ശിവരാത്രി ദിവസം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള ജനങ്ങൾ പൊതുവെ ശിവരാത്രിക്ക് വേണ്ടി തയ്യാറാകാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശിവരാത്രി 3 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന് മുമ്പ് തന്നെ ഈ വാഴക്കുലയ്ക്ക് വെട്ടിയിട്ട് അത് പഴുപ്പിക്കും. പഴങ്ങൾ പഴുപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴി ഉണ്ടാക്കും. പണ്ടൊക്കെ ധാന്യക്കുഴികളൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ വാഴക്കുലകൾ ഇടുകയും അത് മണ്ണിട്ട് മൂടുകയും ചെയ്യും. മൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് കാരണം ഈ പഴങ്ങൾ, അത് കുല പെട്ടെന്ന് പഴുക്കുകയും അങ്ങനെ അത് ശിവരാത്രി ദിവസം പുറത്തെടുക്കുകയും തുടർന്ന് ഈ ചീരപ്പൊരികളൊക്കെ ഉണ്ടല്ലോ, ചീരപ്പൊരി അതുമായിട്ട് കൂട്ടിക്കുഴച്ച് കഴിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ തേനുമായിട്ടൊക്കെ കഴിക്കാറുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ആക്ച്വലി. ഞാനൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിൽ കഴിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ കഴിക്കും. ഇത് കഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം വേറെ ഭക്ഷണങ്ങളൊന്നും, അരിയോ മറ്റു ഭക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാക്കുകയില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവന് വേണ്ടിയിട്ട്
അല്ലെങ്കിൽ മല്ലീശ്വരന് വേണ്ടിയിട്ട് ഇവിടുത്തെ ട്രൈബ്സ് പൊതുവെ എന്താ പറയുക, ഭക്ഷണം കഴിക്കാണ്ടിരിക്കും. അതിനെന്താ പറയുക, ഉപവാസം ഇരിക്കും. അപ്പോൾ ആ ദിവസം അങ്ങനെയാണ് അവർ. പിന്നെ മാത്രമല്ല, അന്ന് ഈവനിങ് ഒക്കെ ആയിരിക്കും പൊതുവെ ഭക്ഷണം കഴിക്കാറ്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദർശനം കാണും. അത് ഈ മല്ലീശ്വര മുടിയുടെ അവിടെ ഇപ്പോൾ മല്ലീശ്വര മുടിയുടെ മേലെ ഇപ്പോൾ ഇത് കാണും, വിളക്കൊക്കെ കണ്ടിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ. അങ്ങനെയാണ് ചെയ്തു പോരുന്നത് പൊതുവെ. അപ്പം അത് ഇപ്പോഴും അങ്ങനെ തുടരുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ജനറേഷൻ മാറുന്നതനുസരിച്ച് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ അധികം ആൾക്കാരും പൊതുവെ പുതിയ ആൾക്കാരൊന്നും അത്തരത്തിൽ ഫോളോ ചെയ്യുന്നില്ല. എന്നാലും നമ്മുടെ പഴയ അച്ഛൻ, അമ്മ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ ശിവഭക്തന്മാരായിട്ടുള്ള ആൾക്കാരും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, ആ ദിവസം ആക്ച്വലി ശിവരാത്രി പറമ്പിലേക്ക് പോകുന്നത് കുറവാണ് പൊതുവെ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ശിവരാത്രി പറമ്പ്, അതായത് ചെമ്മണ്ണൂരിലേക്ക് പോകുന്നത് ആ ദിവസം രാത്രി. അതിൻ്റെ പിറ്റേ ദിവസമാണ് ആക്ച്വലി അട്ടപ്പാടിയിലുള്ള എല്ലാ ആൾക്കാരും ഈ ശിവരാത്രി പറമ്പിൽ പോവുകയും അവിടെ സ്റ്റേ ചെയ്ത് രാത്രി പകലും നിന്നുകൊണ്ട് ആഘോഷങ്ങൾ സെലിബ്രേറ്റും ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഇന്ന് രാത്രി പൂരപ്പറമ്പിലേക്ക് പോവുകയും അവിടെയുള്ള കാഴ്ചകളെല്ലാം കൂടുതൽ കാണുകയും ചെയ്യും. കാരണം ഇറ്റ്സ് ബ്യൂട്ടിഫുൾ വൈബ്, അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശിവരാത്രി മഹോത്സവം നടത്തുന്നത് ഈ 3 വിഭാഗത്തിൽപ്പെട്ട ട്രൈബ്സ് എല്ലാം ഒരുമിച്ച് കൂടിയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ പൊതുവെ അമ്പലത്തിൻ്റെ പൂജകാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് ഇരുള വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും മലയുടെ മുകളിൽ കയറിയിട്ട് വിളക്ക് കൊളുത്തുന്നതെല്ലാം മുടുക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമാണ്. ഓക്കെ ഗൈസ്, എനിവേ നമുക്ക് പൂരപ്പറമ്പിലേക്ക് പോകാം. അവിടുത്തെ ഉള്ള വിഷ്വൽ ട്രീറ്റ്സ് ഒക്കെ നമുക്ക് ആസ്വദിക്കാം. Come on guys, let's go. ഗൈസ്, നല്ല മാസീവായിട്ടുള്ള കൂട്ടാണ് ഇറക്കണം. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്തു. ഈ നമ്പർ വിളിച്ചാൽ ഒരിക്കൽ കൂടി ഞാൻ അറിയാം. നമ്പർ ഒന്ന് പറഞ്ഞോളൂ എല്ലാവരും. അപ്പോൾ ഞങ്ങളെ കൊച്ചിൻ ഗോൾഡ് ബീച്ച് സുഹൃത്തുക്കളെല്ലാവരും ഉണ്ട്. ഇനി എന്താ